കൊല്ലം കോർപ്പറേഷനിൽ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി UDF-ൽ തർക്കം തുടരുകയാണ്. ആദ്യ ടീമിൽ 2 പദവികളും കോൺഗ്രസിന് വേണമെന്ന സമവായ ഫോർമുല അംഗീകരിക്കില്ല എന്ന് RSPയും ലീഗും വ്യക്തമാക്കുന്നു. ആവശ്യം പരിഗണിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് വരെ ലീഗ് ഭീഷണിപ്പെടുത്തിയതോടെ കോൺഗ്രസ് നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലാണ്. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, ഇപ്പോൾ വിവിധ ജില്ലകളിൽ കോൺഗ്രസ് ജയിച്ചിടത്ത് കോൺഗ്രസിനകത്തെ തർക്കങ്ങളായിരുന്നു, ഇതിപ്പോൾ മുന്നണിക്കകത്തെ തർക്കമായി മാറുന്നു. ദിലീപ്, എന്താണ് ഇപ്പോൾ കൊല്ലത്തെ കാഴ്ച? സ്മൃതി, 25 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലം കോർപ്പറേഷൻ UDF-ന് കിട്ടുകയും ചെയ്തു. അന്ന് തന്നെ ഡെപ്യൂട്ടി മേയറെ കോൺഗ്രസിന്റെ ഓഫീസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ ഡെപ്യൂട്ടി മേയറെ തിരഞ്ഞെടുക്കുന്നതിലാണ് ഇപ്പോഴും ആ അനിശ്ചിതത്വം തുടരുകയും ചെയ്യുന്നത്. പല ചർച്ചകൾ നടത്തിയെങ്കിലും അതിനൊന്നും തന്നെ സമവായം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഘടകകക്ഷികൾ ലീഗും ഒപ്പം തന്നെ RSPയും ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ സാമുദായിക സമവാക്യം കണക്കിലെടുത്തുകൊണ്ട് ആദ്യത്തെ മേയർ മുസ്ലിം, ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ മുസ്ലിം ആകുന്നത് ഒരു സാമുദായിക സമവാക്യത്തിന് ശരിയല്ല. ഒപ്പം തന്നെ ഇതിൽ കോൺഗ്രസ് തന്നെ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വഹിക്കുമെന്നുള്ളൊരു ധാരണയിൽ എത്തുകയും ചെയ്തു. അതിൽ ആദ്യത്തെ 3 വർഷം കോൺഗ്രസും പിന്നീടുള്ള 1 വർഷം RSPക്കും 1 വർഷം ലീഗിനും കൊടുക്കാമെന്നുള്ള ഒരു സമവായ ഫോർമുലയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. എന്നാൽ ഈ സമവായ ഫോർമുലയ്ക്ക് ഈ 2 ഘടകകക്ഷി മുന്നണികളും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗ് എടുത്തിരിക്കുന്ന കടുത്ത തീരുമാനം മേയർ തെരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ലീഗിൻ്റെ ഒരു കടുത്ത ഭീഷണി അടക്കം ഇപ്പോൾ വരികയും ചെയ്തിട്ട് എന്തായാലും ഇപ്പോൾ ഡെപ്യൂട്ടി മേയറെ കണ്ടെത്തുന്നതിലുള്ള വലിയൊരു പ്രതിസന്ധിയാണ് കൊല്ലം കോർപ്പറേഷനിൽ. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ അത് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വം അടക്കം നടത്തുകയും ചെയ്തു. RSPയും ഒറ്റ സ്വരത്തിൽ പറയുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്നും ലീഗും പറയുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന്. 3 സീറ്റുകൾ മാത്രമാണ് RSPക്ക് ലഭിച്ചിരിക്കുന്നത്, 2 സീറ്റുകൾ മാത്രമാണ് കോർപ്പറേഷനിൽ ലീഗിന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ വനിതകൾക്കാണ് ഈ തവണ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകുമെങ്കിൽ 2 പേർക്കും വനിതകളുണ്ടെങ്കിലും കോൺഗ്രസിൽ നിന്ന് ഉദയ സുമകറിൻ്റെ പേരാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അവരെ തന്നെ ഈ ഡെപ്യൂട്ടി മേയർ ആക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് കൂടി ചർച്ച തുടരുന്നതാണ്. നാളെ ഡെപ്യൂട്ടി മേയറെ എന്തായാലും തീരുമാനിക്കും. അതിൽ ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും. സമവായ ഫോർമുല കണക്കിലെടുത്ത് 3 വർഷം കോൺഗ്രസും ഓരോ വർഷം ലീഗിനും RSPക്കും നൽകാനുള്ളൊരു തീരുമാനമുണ്ട്. അത് ഇന്ന് രാത്രിയോടുകൂടെ ചർച്ചയ്ക്ക് ഒരു അവസാനമുണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് കൊല്ലത്ത് നിൽക്കുന്നത്. സ്മൃതി, ശരി. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.